മലയാള സിനിമയിലെ അസാധ്യ അഭിനയ പ്രതിഭയായ അന്തരിച്ച നടൻ പപ്പുവിൻ്റെ മകനാണ് ബിനു പപ്പു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ അണിയറയ്ക്ക് മുന്നിലും പിന്നിലും നിന്ന് ഇപ്പോൾ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ റോളുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എത്തി നിൽക്കുന്ന നടനാണ് ബിനു പപ്പു. തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിൽ സംവിധായകൻ തരുൺ മൂർത്തിയും ബിനു പപ്പുവും ചേർന്നാണ് തിരക്കഥാ രചന നടത്തിയിരിക്കുന്നത്. വളരെ ഗംഭീരമായ തിരക്കഥ തന്നെയാണെന്നാണ് നിരൂപകരും പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. തുടരും എന്ന ഈ സിനിമയിൽ ലാലേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോംബോ ആയ ശോഭനയാണ് അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിക്കുന്നത്. ഒരുപാട് കാലമായി അവർ ഇരുവരും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അത് കാണാനും കൂടിയാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകുന്നത്. ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച വളരെ രസകരമായ ഒരു സംഭവമാണ് ബിനു പപ്പു പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുന്നത്. ബിനു പപ്പു ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറായാണ് അഭിനയിക്കുന്നത്. ബിനു പപ്പു ശോഭനയുടെ കൈപിടിച്ച് തിരിക്കുന്ന ഒരു രംഗമാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ശോഭന മാം കൈ നിറയെ കുപ്പിവളകൾ ഇട്ടിട്ടുണ്ട്. ബിനു പപ്പുവിൻ്റെ ആദ്യത്തെ പിടുത്തത്തിൽ തന്നെ കുപ്പിവളകൾ പൊട്ടിപ്പോയി. ശോഭനയുടെ കൈ ചെറുതായി മുറിഞ്ഞു. ബലമായി കൈ അമർത്തി പിടിച്ച് തിരിച്ചപ്പോൾ ശോഭനയുടെ കൈ ശരിക്കും വേദനിച്ചു. പക്ഷേ അവർ അത് സഹിച്ചു നിന്നു. സീനിൻ്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി എല്ലാവരും ഒറിജിനലായി തന്നെയാണ് അഭിനയിക്കുന്നത്. വീണ്ടും പറഞ്ഞു, കയ്യേ വിടറാ, ഇന്നേക്ക് ദുർഗാഷ്ടമി, കയ്യേ വിടറാ. എനിക്കാണെങ്കിൽ ചിരിക്കാനും പറ്റില്ല. ഞാൻ വളരെ സീരിയസ് ആയി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശോഭന മാം വളരെ കോമഡിയായി കയ്യേ വിടറാ എന്ന് പറയുന്നത്. അവസാനം സംവിധായകൻ കട്ട് വിളിച്ചപ്പോൾ ഞാൻ പതിയെ ശോഭന മാമിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കരുത്. ബിനു പപ്പു കൈപ്പിടിച്ച് തിരിക്കുന്ന സമയത്ത് ശോഭന മാം അദ്ദേഹത്തിൻ്റെ അടുത്തു വന്ന് വളരെ രസകരമായി ഒരു ഡയലോഗ് പറഞ്ഞു. ഡേയ് കയ്യെ വിടറാ, ചാക്ലേറ്റ് വാങ്ങിത്തരാം എന്നായിരുന്നു അത്. ഡേയ് ചാക്ലേറ്റ് വാങ്ങിത്തരാടാ എന്ന് ടിപ്പിക്കൽ തമിഴിൽ പറയുകയാണ്. ഞാൻ ചിരിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. സിനിമയിൽ ഏറ്റവും സീനിയറായ ശോഭന മാമിന് വേണമെങ്കിൽ ഏറ്റവും ജൂനിയറായ ബിനു പപ്പുവിനോട് ദേഷ്യപ്പെടാമായിരുന്നു. വളരെ സീരിയസ് ആയ ഒരു കാര്യത്തെ വളരെ കോമഡിയായി രംഗം ലഘൂകരിക്കുന്നതിലൂടെ ശോഭന മാമിൻ്റെ സിനിമയോടുള്ള പ്രൊഫഷണൽ സമീപനമാണ് അവർ കാണിച്ചത്. ഇത്രയും സീനിയറായ നടിയായിരുന്നിട്ടും അവർ ദേഷ്യപ്പെടാതെ ഇന്നലെ വന്ന പപ്പുവിൻ്റെ മകനോട് തൻ്റെ കൈ മുറിഞ്ഞ് രക്തം വന്നിട്ടും ദേഷ്യപ്പെടാതെ ആ സീനിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വയം കട്ടുപറയാതെ പിടിച്ചു നിന്ന് അഭിനയിക്കുകയും ആ രംഗത്തെ വളരെയധികം നോർമലൈസ് ചെയ്ത് ചാക്ലേറ്റ് വാങ്ങിത്തരാം എന്ന് പറയുകയും ചെയ്ത ശോഭന മാമിൻ്റെ മനസ്സിൻ്റെ വലിപ്പത്തിന് മുന്നിൽ GPS മീഡിയ ഒരു ഗ്രേറ്റ് സല്യൂട്ട് അടിക്കുന്നു.